കൊല്ലത്തെ ESI മെഡിക്കൽ കോളേജ് ആശുപത്രി ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പരസ്പരം പഴിചാരി BJPയും ഇടതുപക്ഷവും സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടൽ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നു എന്ന് BJP ആരോപിക്കുമ്പോൾ ESI മെഡിക്കൽ കോളേജ് വിഷയത്തിൽ നടന്നത് വെറും രാഷ്ട്രീയ നാടകം മാത്രമാണെന്നാണ് ഇടതുപക്ഷം കുറ്റപ്പെടുത്തുന്നത്. ESI കോർപ്പറേഷൻ 9 സംസ്ഥാനങ്ങളിലായി അനുവദിച്ച 10 മെഡിക്കൽ കോളേജുകളിൽ ഒരെണ്ണം കൊല്ലത്ത് എന്നായിരുന്നു പ്രഖ്യാപനം. കൊല്ലം ആശ്രാമത്തെ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കാനായിരുന്നു ESI കോർപ്പറേഷൻ തീരുമാനം. എന്നാൽ ഇതിനായി സംസ്ഥാന സർക്കാർ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാഞ്ഞതോടെ കൊല്ലത്തെ ESI മെഡിക്കൽ കോളേജിനുള്ള സാധ്യതകൾ മങ്ങി. 600 കോടിയാണ് മെഡിക്കൽ കോളേജിനും ആശുപത്രിക്കുമായി ESI കോർപ്പറേഷൻ മുടക്കുക. 50 MBBS സീറ്റാണ് ഉണ്ടാകുക. ഇതിൽ 20% സീറ്റ് ESIയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ മക്കൾക്കായി സംവരണം ചെയ്യും. ഇതൊക്കെയായിരുന്നു ESI കോർപ്പറേഷൻ ബോർഡിന്റെ പ്രഖ്യാപനങ്ങൾ. എന്നാൽ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ESI ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കുന്നത് തടഞ്ഞതുവഴി നഷ്ടപ്പെടുത്തിയത് തൊഴിലാളികളുടെ എയിംസ് ആണെന്നും 600 കോടിയാണ് കേരളം നഷ്ടപ്പെടുത്തിയതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. ESI ആശുപത്രി മെഡിക്കൽ കോളേജായി മാറുന്നത് വഴി അസംഘടിത വിഭാഗങ്ങൾ തൊഴിലാളികൾക്ക് അവരുടെ മക്കൾക്ക് അവരുടെ എയിംസ് ആണ് ഇപ്പം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ മെഡിക്കൽ കോളേജിന് ആവശ്യമായ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കൂ എന്നതാണ് ഇക്കാര്യത്തിൽ സർക്കാർ നിലപാടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. മെഡിക്കൽ കോളേജ് വിഷയത്തിൽ നടത്തുന്നത് വെറും രാഷ്ട്രീയ നാടകമാണെന്നും അദ്ദേഹം ആരോപിച്ചു. മെഡിക്കൽ കോളേജ് ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്. ഭൂമി, അടിസ്ഥാന സൗകര്യങ്ങൾ, അധ്യാപകർ, ആശുപത്രി കിടക്കകൾ തുടങ്ങിയ സൗകര്യങ്ങൾ പൂർണ്ണമല്ലെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാർ. ഇതുമൂലമാണ് കൊല്ലം ആശ്രാമത്തെ ESI ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കാനുള്ള ESI കോർപ്പറേഷൻ തീരുമാനത്തിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തതെന്നാണ് സർക്കാർ വിശദീകരണം. അമൃത ന്യൂസ്, കൊല്ലം.